ഡൽഹി ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരത്തിനിടെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കുമെന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വ്യാപക പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഈ വാർത്തകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഡൽഹി പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സമരക്കാരുടെ പാസ്പോർട്ട് റദ്ദാക്കാൻ പോലീസോ മറ്റ് അധികൃതരോ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ഡൽഹി പോലീസ് എക്സിലൂടെ പങ്കുവച്ച ഔദ്യോഗിക പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. വ്യാജ പ്രചാരണങ്ങളിലും അഭ്യൂഹങ്ങളിലും പൊതുജനങ്ങൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പോലീസ് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജൂലൈ 20 നടന്ന പാർലമെന്റ് മാർച്ചിനിടെ ചിലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. ഈ അക്രമങ്ങളിൽ പങ്കെടുത്തവരെ CCTV ദൃശ്യങ്ങളും ലഭ്യമായ മറ്റ് വീഡിയോകളും പരിശോധിച്ച് കണ്ടെത്തി പാസ്പോർട്ട് റദ്ദാക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടാകുമെന്നായിരുന്നു വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ വാർത്തകൾക്ക് യാതൊരുവിധ വാസ്തവവുമില്ലെന്ന് ഡൽഹി പോലീസ് വസ്തുതാ പരിശോധനയിലൂടെ നിഷേധിക്കുകയായിരുന്നു. അതിനിടെ രാജ്യതലസ്ഥാനത്ത് സമരം നടത്തുന്ന വിവിധ പ്രതിനിധികളും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ നിർണായകമായ കൂടിക്കാഴ്ചയ്ക്കും വഴി തുറന്നു. മറ്റൊരു പ്രധാന സംഭവ വികാസത്തിൽ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിൽ തുടർന്നു വന്നിരുന്ന അനിശ്ചിതകാല നിരാഹാര സമരം അവസാനിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദിത്വമേറ്റ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജൂൺ 28 മുതൽ നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയായിരുന്നു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. ആരോഗ്യം വഷളായതിനെ തുടർന്ന് ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട സോനം വാങ്ചുകിനെ സന്ദർശിക്കാൻ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ നേരിട്ടെത്തുകയായിരുന്നു. മന്ത്രിമാരിൽ നിന്ന് അനുകൂലമായ ഉറപ്പുകൾ ലഭിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം സമരം അവസാനിപ്പിക്കാൻ തയ്യാറായത്. സമാധാനപരമായ രീതിയിൽ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ യാതൊരുവിധ കേസുകളും എടുക്കില്ലെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വ്യക്തമാക്കി. കൂടാതെ പരീക്ഷാ സമ്പ്രദായങ്ങളിലെ പരിഷ്കരണങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കൈക്കൊള്ളേണ്ട കർശന നടപടികളും വരും പാർലമെന്റ് സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യാമെന്നും സർക്കാർ ഉറപ്പു നൽകി. ഇതിനു പുറമെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് കടുത്ത മാനസിക വിഷമത്താൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുന്ന കാര്യവും കേന്ദ്ര സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രിമാർ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഉറപ്പുകൾ ലഭിച്ചതിന് പിന്നാലെ മന്ത്രിമാർ തന്നെ വാങ്ചുക്കിന് സൂപ്പ് നൽകിയതോടെയാണ് ആഴ്ചകൾ നീണ്ടുനിന്ന നിരാഹാര സമരത്തിന് പരിസമാപ്തിയായത്. 2026 ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലത്തിലും പുതിയ തരംഗം സൃഷ്ടിച്ച ഡിജിറ്റൽ യുഗത്തിലെ പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. കേവലം ഒരു ഓൺലൈൻ ആക്ഷേപഹാസ്യ കൂട്ടായ്മയായി തുടങ്ങി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ 10,000-കണക്കിന് യുവാക്കളെ അണിനിരത്തിയ വലിയൊരു ജനകീയ പ്രക്ഷോഭമായി ഇത് പരിണമിച്ചു. രാജ്യത്തെ തൊഴിലില്ലായ്മ, വിദ്യാഭ്യാസ മേഖലയിലെ അഴിമതി, പരീക്ഷാ ചോർച്ചകൾ, ഭരണകൂടത്തിന്റെ യുവജന വിരുദ്ധ നിലപാടുകൾ എന്നിവയ്ക്കെതിരായ വിയോജിപ്പാണ് ഈ പ്രസ്ഥാനത്തിന് പിന്നിലെ പ്രധാന ഇന്ധനം. ഈ മുന്നേറ്റത്തിന് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന വിചിത്രമായ പേര് ലഭിച്ചതിന് പിന്നിൽ നിർണായകമായ ഒരു സംഭവമുണ്ട്. സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാദത്തിനിടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തൊഴിലില്ലാത്ത യുവാക്കളെയും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളെയും പാറ്റകളോടും മറ്റും ഉപമിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. കോടതിയുടെ ഈ നിലപാടിൽ രാജ്യത്തെ യുവതലമുറയ്ക്കിടയിൽ കടുത്ത അമർഷം പുകഞ്ഞു. ഇതിന് മറുപടിയായി സമൂഹത്തിന്റെ കാഴ്ചയിൽ പാറ്റകളായവർ ഒന്നിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ആശയം മുൻനിർത്തി 2026 മെയ് 16-ന് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിസ്റ്റും ആം ആദ്മി പാർട്ടിയുടെ മുൻ പ്രവർത്തകനുമായ അഭിജിത് ദീപ്കെ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ആക്ഷേപഹാസ്യ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടു. ഭാരതീയ ജനതാ പാർട്ടി എന്ന പേരിനെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ടുണ്ടാക്കിയ ഈ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം അലസരുടെയും തൊഴിലില്ലാത്തവരുടെയും ശബ്ദം എന്നതായിരുന്നു. തുടക്കത്തിൽ ആക്ഷേപഹാസ്യപരമായ ട്രോളുകളും പോസ്റ്റുകളും വഴി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ CJP വളരെ പെട്ടെന്നാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധിയായി മാറിയത്. CJPയുടെ ഡിജിറ്റൽ പ്രക്ഷോഭത്തെ തെരുവിലേക്ക് നയിച്ച പ്രധാന വിഷയം 2026 നീറ്റ് മെഡിക്കൽ പ്രവേശന പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയായിരുന്നു. പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേട് നടന്നതായി ആരോപണം ഉയർന്നതോടെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് പ്രതിസന്ധിയിലായത്. ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്നതും വിദ്യാർത്ഥികൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വന്നതും രാജ്യത്തുടനീളം വലിയ രോഷത്തിന് കാരണമായി. കടുത്ത മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെ ഏതാനും വിദ്യാർത്ഥികൾ ജീവനൊടുക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് CJPയുടെ നേതൃത്വത്തിൽ ഡൽഹി ജന്തർ മന്ദറിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം, ബാധിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം എന്നിവയടക്കം 5 പ്രധാന ആവശ്യങ്ങൾ CJP മുന്നോട്ട് വെച്ചു. ഇതിന് പിന്തുണയുമായി പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സോനം വാങ്ചുക് ജൂൺ 28 മുതൽ ജന്തർ മന്ദറിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചതോടെ പ്രക്ഷോഭം ദേശീയ ശ്രദ്ധ നേടി. ജന്തർ മന്ദറിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളും പോലീസിന്റെ വിലക്കുകൾ ലംഘിച്ച് മുന്നേറാൻ ശ്രമിച്ചു. മാർച്ച് തടയാൻ പോലീസ് കണ്ണീർവാതകവും ലാത്തി ചാർജും പ്രയോഗിക്കുകയും നിരവധി പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ മാർച്ചിൽ അക്രമം കാണിച്ച പ്രതിഷേധക്കാരെ CCTV ദൃശ്യങ്ങൾ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ് അവരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കാൻ
ഡൽഹി പോലീസ് തീരുമാനിച്ചതായി ചില മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചു. ഇത് വലിയ വിവാദത്തിന് തിരികൊളുത്തി. സമാധാനപരമായി പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്ന വിമർശനമുയർന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഡൽഹി പോലീസ് എക്സിലൂടെ ഔദ്യോഗികമായി വസ്തുതാ പരിശോധന പുറത്തുവിട്ടുകൊണ്ട് രംഗത്തെത്തി. അക്രമങ്ങളിൽ പങ്കെടുത്തവരുടെ പാസ്പോർട്ട് റദ്ദാക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ തികച്ചും വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിഷേധക്കാരുടെ പാസ്പോർട്ടുകൾ റദ്ദാക്കാൻ യാതൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും ഇത്തരം അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക വിവരങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷാ സമ്പ്രദായത്തിലെ സുതാര്യതയും ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള കർശന നിയമപരിഷ്കരണങ്ങളും വരും പാർലമെന്റ് സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്യും. നീറ്റ് പരീക്ഷാ ചോർച്ചയെ തുടർന്ന് കടുത്ത മാനസിക വിഷമം മൂലം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായവും നഷ്ടപരിഹാരവും നൽകുന്നത് കേന്ദ്ര സർക്കാർ സജീവമായി പരിഗണിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. വിഷയത്തിൽ പ്രധാനമന്ത്രി പ്രതികരിച്ചത് ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമായ നടപടികൾ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചർച്ച ചെയ്യും. വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹം ഈ വിവരം പങ്കുവച്ചത്. എന്നാൽ പരീക്ഷാ ക്രമക്കേടുകൾ എന്നതിലുപരി രാഷ്ട്രീയമായി മാത്രമാണ് പലരും ഈ വിഷയത്തെ സമീപിക്കുന്നത്. നിലവിൽ പ്രതിഷേധവുമായി ജന്തർ മന്ദറിന് മുന്നിൽ കൂട്ടം കൂടുന്നവരിൽ പലർക്കും എന്തിനാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. നീറ്റ് ചോർച്ചയിൽ തുടങ്ങിയ പ്രതിഷേധമാണ്. എന്നാൽ ഇപ്പോൾ ഇത് രാഷ്ട്രീയമായും മതപരമായും ഒക്കെയുള്ള തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ചിലർ പറയുന്നു പാർലമെന്റ് തകർക്കുമെന്ന്, മറ്റു ചിലർ പറയുന്നു ഇവിടം ബംഗ്ലാദേശ് ആക്കുമെന്ന്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ലഹളയുണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്.